ഐ.ടി. ജോസഫ് സ്മാരക ലോക നാടകവേദി സംഘടിപ്പിച്ച 17ാമത് ലോക നാടക ദിനാഘോഷം വ്യത്യസ്ത അവതരണങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി. കൊച്ചിയിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എം.എൽ.എ. കെ.ജെ. മാക്സി നിർവഹിച്ചു. ഐ.ടി. ജോസഫ് സ്മാരക ലോക നാടകവേദിയുടെ ആഭിമുഖ്യത്തിൽ 17ാമത് ലോക നാടക ദിനാഘോഷം നടത്തി. തോപ്പുംപടിയിൽ ഐ.ടി. ജോസഫിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സാലിമോൻ കുമ്പളങ്ങിയുടെ നേതൃത്വത്തിൽ അരങ്ങുണർത്തി. പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം സിനിമാല, ബെഡായി ബംഗ്ലാവ് എന്നീ സീരിയലുകളുടെ ഡയറക്ടർ ഡയാന സിൽവസ്റ്റർ നിർവഹിച്ചു. മീനാരാജ് ലോക നാടക ദിന സന്ദേശം നൽകി. രാജീവ് പള്ളുരുത്തി ആശംസകൾ അർപ്പിച്ച ചടങ്ങിൽ കെ.എം. ധർമ്മൻ ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. അന്തരിച്ച പ്രമുഖ ഗായകൻ ജയചന്ദ്രൻ ആലപിച്ച ഗാനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ജയചന്ദ്രന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചതിനെ തുടർന്ന് നാടക ഗാനങ്ങൾ, നൃത്തനൃത്യങ്ങൾ, ഡിനു കളരിക്കൽ അവതരിപ്പിച്ച ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്, നെൽസൺ സേവ്യർ ടീമിന്റെ സാക്സോഫോൺ വാദനം, ഗോപികയും ടീമും അവതരിപ്പിച്ച കൈകൊട്ടിക്കളി, സ്നേഹതീരം അമ്മമാർ അവതരിപ്പിച്ച ചെണ്ടമേളം എന്നിവയും വിവിധ നാടകങ്ങളും അരങ്ങേറി. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം കെ.ജെ. മാക്സി എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ഇതൊക്കെ വലിയ കലാകാരന്മാരെന്ന് പറയുന്നത് പലപ്പോഴും അവരുടെ ജീവിതം വളരെ വേഗം ജീവിതമാണ്. ജനസമൂഹത്തിൽ വലിയ അംഗീകാരമുള്ളവരാണ്. പക്ഷെ അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് പോകുമ്പോൾ പ്രയാസപ്പെടുന്നതിന് ബുദ്ധിമുട്ടുന്നതൊക്കെയാണ്. ഈ മത്സ്യത്തൊഴിലാളികളെ പോലെയാണ് കലാകാരന്മാർ. കടലിൽ വീഴുന്നപ്പോൾ ധാരാളം പൈസ കയ്യിലുണ്ടാവും, അതിലേക്ക് പട്ടിണിയായിരുന്നു. അതുപോലെയാണ് കലാകാരന്മാർ പ്രോഗ്രാം നടത്തുമ്പോൾ അവർക്ക് ധാരാളം പൈസ ഉണ്ടാവും. പ്രോഗ്രാമൊക്കെ വരുമ്പോൾ പട്ടിണി പരിമിതമായി മാറുന്ന ഒരു സാഹചര്യമാണ് കലാകാരന്മാരുടെയൊക്കെ ജീവിതത്തിലുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഈ പുതിയ കാലത്ത് നമുക്കറിയാം ഒരുപാട് മാറ്റങ്ങൾ വന്ന് പെൻഷനൊക്കെ സർക്കാർ കൊടുക്കുന്നുണ്ട്, പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. സി.ജെ. ജോൺസൺ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജോൺ ഫെർണാണ്ടസ് ഐ.ടി. ജോസഫ് അനുസ്മരണം നടത്തി. ലോക നാടക ദിനാഘോഷം നമുക്ക് സംഘടിപ്പിക്കണം എന്ന നിലയിൽ നാടകത്തിന് വേണ്ടിയിട്ടുള്ള ഈ അന്താരാഷ്ട്ര ദിനത്തെ കൊച്ചിക്കാർക്ക് പ്രത്യേകിച്ചു. സീരിയൽ സിനിമാ താരം വീണ നായർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഞാൻ കോട്ടയം അമർഷ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. മുന്നുള്ള സ്ഥലത്തെ വീടിൻ്റെ വളരെ അടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളും എല്ലാം കണ്ട് നാടകം കണ്ട് സീരിയലിനെ സ്നേഹിച്ച് സീരിയലിൽ വന്ന് പിന്നെ അതിനുശേഷം അഭിനയത്തെ ഒത്തിരി ഇഷ്ടപ്പെട്ട് അങ്ങനെ സിനിമയിൽ വന്ന്. കൗൺസിലർ ഷീബ ഡ്യൂറോം, കെ.എം. ധർമ്മൻ, സാജൻ പള്ളുരുത്തി, മനോജ് കെ, ജോർജ് കിളിയാറ, പൗളി വത്സൻ, കെ.പി.എസ്.സി. ബിയാട്രിസ്, അമ്മിണി ഏണസ്റ്റ്, ശോഭ കോൺസോ, അനിൽ പ്ലാവിൽ, പീറ്റർ നെലാസ്കോ, പാരി പീറ്റർ, കെ.എഫ്. ക്ലീറ്റസ്, സി.എസ്. ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ലോക നാടക ദിനം അതിൽ എനിക്ക് അവാർഡ് തന്ന അതിൻ്റെ പ്രവർത്തകരോട് ആദ്യമായി ഒരുപാട് വർഷങ്ങളായി നാടകമുണ്ട് അഭിനയിക്കുന്നു. കുറച്ച് ചെറിയ ചെറിയ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ജീവിതം തന്നെ അഭിനയമായിരുന്നു. ഉടമ്പടിക്ക് അഭിനയിച്ചില്ല. ഡോക്ടർ ദേവി മേനോൻ അവതരിപ്പിച്ച ഗസൽസ് ആൻഡ് മെലഡീസും അരങ്ങേറി. ഞാറക്കൽ ശ്രീനിക്ക് എഡിമാസ്റ്റർ അവാർഡും, കൊച്ചി ഹസനാർക്ക് ഐ.ടി. ജോസഫ് പ്രഥമ അവാർഡും, കെ.ജെ. ലീനസിന് ടീഡ്സ ഗ്ലാഡിസ് അവാർഡും, എം.എം. ജേക്കബിന് കെ.ഇ. ജോൺ അവാർഡും, ജസീന്ത ജോയിക്ക് സി.എ. അഗസ്റ്റിൻ അവാർഡും, കെ.ജെ. ചിന്നപ്പിന് എയ്മി സിൽവസ്റ്റർ അവാർഡും, സാലിമോൻ കുമ്പളങ്ങിക്ക് കെ.ജെ. ഫ്രാൻസിസ് അവാർഡും ചടങ്ങിൽ സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 469 വീട് പോസ്റ്റ് ഒരു 389 രൂപയ്ക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി അങ്ങനെ വിസ്മയുടെ പൊടികളായ പൊടികൾക്കും 50% ഓഫർ. ചെറിയ പെരുന്നാളിന് വലിയ ഓഫർ. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്, കൊച്ചി.